പ്രിയമുള്ള സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എയർ ഇന്ത്യ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചാണ്. ഇതിലൊരു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് എന്താണ് അതിൻ്റെ നിയമത്തിൻ്റെ പ്രതിവിധിയുള്ളത്? 1-2 ലക്ഷം രൂപ വളരെ എളുപ്പത്തിൽ തന്നെ നഷ്ടപരിഹാരമായി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ കുറ്റകൃത്യമാണ് എയർ ഇന്ത്യ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു യാത്ര ചെയ്യാൻ സാധിക്കാതെ അതല്ലെങ്കിൽ ഇതിലൂടെ വലിയ നഷ്ടമുണ്ടായ ആളുകളിലേക്ക് ഈ വീഡിയോ പങ്കുവെച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അതായത് ആദ്യം എന്താണ് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഒന്നൊന്ന് പരിശോധിക്കാം. കുറച്ച് ദിവസമായി ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന സമയത്ത്, സോഷ്യൽ മീഡിയ കാണുന്ന സമയത്ത് നമ്മൾ കാണുന്ന വാർത്ത എന്ന് പറയുന്നത് എയർപോർട്ടിലേക്ക് എത്തിയ സമയത്താണ് വിമാനം റദ്ദ് ചെയ്ത കാര്യം തന്നെ ഈ ഒരു യാത്രക്കാർ അറിയുന്നത്. വീട്ടിൽ നിന്ന് ഉറ്റവരോടും സുഹൃത്തുക്കളോടുമൊക്കെ യാത്ര പറഞ്ഞ് പടിയിറങ്ങി പിന്നീട് എയർപോർട്ടിലെത്തി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരേണ്ട വളരെ ദയനീയമായ കാഴ്ചയാണ് കുറച്ച് ദിവസമായി കാണുന്നത്. ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർന്നു എന്നൊക്കെ പറയുന്ന സമയത്തും അത് പൂർണ്ണമായി ഒത്തുതീർന്നിട്ടില്ല. ഇന്നും പലയിടങ്ങളിലും ഫ്ലൈറ്റ് മിസ്സാകുന്ന അതല്ലെങ്കിൽ റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്ന പ്രശ്നം എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 2500 പേരാണ് ക്യാബിൻ ക്രൂ ആയി എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പണിമുടക്കിയ 200ഓളം പേരിൽ ഭൂരിഭാഗവും കമ്പനിയുടെ തുടക്കം മുതലുള്ളവരാണ്. അതായത് 15 മുതൽ 20 വർഷത്തെ സർവീസ് ഉള്ള ആളുകളാണ് ഇവർ. ഇതിനിടയിലാണ് എയർ ഇന്ത്യയെ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം വലിയ തോതിൽ ആളുകളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ടയർ 2, ടയർ 3 തലങ്ങളിൽ വരുന്ന ചെറു പട്ടണങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരിൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവരും സീനിയേഴ്സും തമ്മിലുള്ള ഉരസലുകൾക്കും ഇടക്കിടക്ക് സംഭവിക്കാറുണ്ട്. സ്വകാര്യ മേഖലയിലേക്ക് മാറിയതോടെ ജീവനക്കാരുടെ ശമ്പളം, അലവൻസ് കാര്യങ്ങളിലും വലിയ മാറ്റം വന്നു. ഇതുവരെ സീനിയോറിറ്റിയുടെയും പരിചയ സമ്പത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ഇവരുടെ ശമ്പളമൊക്കെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ ഇതിന്റെ അടിസ്ഥാനം പ്രവർത്തന മികവായി മാറി, അതല്ലെങ്കിൽ പ്രവർത്തന കഴിവായി മാറി. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നെറ്റ് പ്രൊമോട്ടർ സ്കോർ എന്ന് പറയുന്നത്. അതായത് NPS എന്ന് ചുരുക്കപ്പേരിൽ പറയും. ഒരു വ്യക്തി ടിക്കറ്റ് എടുക്കുന്നത് മുതൽ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം വരെ വിവിധ സർവേകളിലൂടെ ഇദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ഈ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ക്യാബിൻ ക്രൂവിന്റെയും NPS തീരുമാനിക്കപ്പെടുന്നത്. ശമ്പളം നിർണ്ണയിക്കുന്നതിൽ NPSന് വലിയ പങ്കുമുണ്ട്. ഇത്തരത്തിൽ വിവിധ രംഗങ്ങളിലെ പ്രകടനം പരിഗണിച്ചുകൊണ്ടാണ് അലവൻസുകൾ അനുവദിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് സീനിയോറിറ്റി ഉള്ളവരെക്കാൾ കൂടുതൽ ശമ്പളവും അലവൻസും ഒരു ജൂനിയറായ ആൾക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഇതോടെ വർദ്ധിച്ചു. ചുരുക്കി പറഞ്ഞാൽ നന്നായി പണിയെടുക്കുന്നവന് നന്നായി ശമ്പളം വാങ്ങാം. കുറച്ച് പണിയെടുത്ത് ഞാൻ കൂടുതൽ കാലം ഇതിൽ ജോലി ചെയ്തിരുന്നു എന്നൊരു അവകാശവാദത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല. നിലവിലെ പ്രശ്നത്തിന് ഇതെല്ലാം കാരണമാണെന്നാണ് എയർ ഇന്ത്യയുടെ ബന്ധപ്പെട്ടവർ പറയുന്നത്. തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അധികൃതർക്ക് മുമ്പാകെ എത്തിക്കാൻ പലവട്ടം ശ്രമിച്ചിട്ടും അതിനൊന്നും മറുപടി ഉണ്ടായില്ല എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു RSS തൊഴിലാളി വിഭാഗമായ ഭാരതീയ മസ്ദൂർ സംഘവുമായി കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ സംഘടന ഒരു ഔദ്യോഗികമായ സംഘടനയല്ല. ഇതിന് രജിസ്ട്രേഷൻ ഇല്ല, ഇതിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഇല്ല, അതല്ലെങ്കിൽ ഇവരോട് മറുപടി പറയേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ പറയുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഏഷ്യ ഇന്ത്യയുമായുള്ള ലയനമാണ് ക്യാബിൻ ക്രൂ അംഗങ്ങളും മാനേജ്മെന്റുമായുള്ള ഉരസൽ ശക്തമാക്കിയത്. പല അലവൻസുകളും ഈ ലയനത്തോടെ ഇല്ലാതെയായി. ശമ്പളത്തിന്റെ വലിയ തോതിലുള്ള കുറവാണ് ഇതിലൂടെ ഉണ്ടായത്. ലയനത്തിന് മുൻപ് എയർ ഇന്ത്യ എക്സ്പ്രസിലെ ഒരു സീനിയർ ആയ അംഗം ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ഇവർക്ക് സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ഈ ലയനത്തോടെ ആഭ്യന്തര സർവീസുകളും ഇവർ തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വിദേശ യാത്ര പോകുന്ന സമയത്ത് $120 വരെ അലവൻസ് ഇനത്തിൽ ഇവർക്ക് ലഭിച്ചിരുന്നു. ക്രൂവിന് ആഭ്യന്തര സർവീസ് കൂടി ചെയ്യേണ്ടി വന്നതോടെ ഈ അലവൻസുകൾ നിലച്ചു എന്നുള്ളതാണ് പ്രധാനമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ക്യാബിൻ ക്രൂ മുറി പങ്കിടണമെന്ന പുതിയ വ്യവസ്ഥയും ഉരസലിന് പ്രധാനമായ കാരണമുണ്ടായിട്ടുണ്ട്. 5 സ്റ്റാർ അതല്ലെങ്കിൽ 4 സ്റ്റാർ ഹോട്ടലിൽ ഒരാൾക്ക് ഒരു മുറി ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2 പേർക്ക് ഒരു മുറി എന്ന രീതിയിലാണ് വരുന്നത്. അതായത് മുറി പങ്കിടണം, ഇതാണ് നിയമം. അടുത്ത സർവീസിന് മുൻപ് കോക്പിറ്റ് ക്രൂവിനും ക്യാബിൻ ക്രൂവിനും പൂർണ്ണമായ വിശ്രമം ലഭ്യമായിരിക്കണമെന്നാണ് നിയമം പറയുന്നത്. എങ്കിലും ഇങ്ങനെ അപരിചിതരായ ആളുകളുമായി മുറി പങ്കുവെക്കുന്നത് വിശ്രമത്തിന് വിഘാതമാകുന്നു എന്നാണ് അംഗങ്ങൾ പ്രധാനമായും പറയുന്നത്. 5 സ്റ്റാർ മുറി വേണ്ട, അതല്ലെങ്കിൽ 4 സ്റ്റാർ വേണ്ട, പകരം ഒരു 3 സ്റ്റാറിൽ ഒരു ഇൻഡിവിജ്വൽ റൂം നൽകണമെന്ന് പറഞ്ഞിട്ടും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രധാനമായിട്ടും ഇവർ പറയുന്ന ഒരു കാര്യം. ഇതൊരു പക്ഷേ എയർ ഇന്ത്യ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണ് എന്ന് നമുക്കറിയാം. അതായത് ഒരു പരിചയമില്ലാത്ത ആളുകളുമായി പെട്ടെന്ന് റൂം പങ്കിടണം, മറ്റൊരു വിശ്രമം കൃത്യമായി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് 5 സ്റ്റാർ വേണ്ട 3 സ്റ്റാർ മതി എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അതുപോലും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് ഈ യൂണിയൻ പറയുന്ന പ്രധാനമായ ഒരു കാര്യം.
എന്നാൽ എയർ ഇന്ത്യ പറയുന്നത് ഇത് മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അതിന് മാത്രം പ്രശ്നമില്ല, നല്ല സൗകര്യങ്ങളോടുള്ള വലിയ മുറിയാണ് ഇവർക്ക് 2 പേർ പങ്കിടാൻ വേണ്ടി പറയുന്നത്. ഇതുകൊണ്ട് വിശ്രമത്തെ ഇത് ഒരു രീതിയിലും കോട്ടം തട്ടിക്കില്ല എന്നാണ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട വാദം. ജോലിഭാരം വലിയ തോതിൽ വർദ്ധിച്ചെന്നാണ് മറ്റൊരു പ്രധാനമായ കാരണം പറയുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ലയനത്തോടെ ഓരോ 3 ആഴ്ചകളിലും ഒരു വിമാനം വീതം എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ കണക്കുകൾ വരുന്നത്. അതിനനുസൃതമായി സർവീസുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട്. 4 ആഭ്യന്തര സർവീസുകൾ വരെ ഒരു ദിവസം പോകേണ്ടി വരുന്ന മുതിർന്ന അംഗങ്ങളുമുണ്ട്. ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം നേരിട്ടുകൊണ്ടാണ് പലരും ജോലി ചെയ്തു വരുന്നത്. എന്നാൽ ഇതിനനുസരിച്ച് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് പകരം ശമ്പളവും അലവൻസും വെട്ടിക്കുറക്കുകയാണ് മാനേജ്മെന്റ് ചെയ്യുന്നത് എന്നാണ് പ്രധാനമായ പരാതികളിൽ ഒന്നായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. പരിചയസമ്പത്തും സീനിയോറിറ്റിയും ഒന്നും ശമ്പളത്തിന്റെ കാര്യത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്നും എയർ ഇന്ത്യ എക്സ്പ്രസിൽ തന്നെ യോഗ്യതയുള്ളവർ ഉണ്ടായിട്ടും പുതിയ പല പദവികളിലേക്കും പുറഞ്ഞെടുത്തു തുടങ്ങിയെന്നും തങ്ങൾ നേരിടുന്ന വിവേചനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ ഇവർ കത്ത് നൽകിയെന്നും എന്നാൽ അതിന് പോലും മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. എന്നാൽ ആഭ്യന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട കാര്യം യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കി, അതല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ ഡിലേ ആക്കി ഫ്ലൈറ്റുകൾ റദ്ദ് ചെയ്യേണ്ട സാഹചര്യമൊന്നും ഭീമമായ നഷ്ടം എയർ ഇന്ത്യക്ക് കൊണ്ടുവന്ന ഈ ഒരു നടപടി ഒരു കാരണവശാലും പൊറുക്കാൻ സാധിക്കില്ല എന്നും അതിനെതിരെ ശക്തമായ രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചില മറുപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ എയർ ഇന്ത്യ നൽകുന്നത്. സമരം ഒത്തുതീർപ്പായി എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു, അതല്ലെങ്കിൽ യൂണിയൻ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ മാനേജ്മെന്റ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യം. ഇവരും ഇവരുടെ ജോലിക്കാരും തമ്മിൽ പ്രശ്നമുണ്ട്. പക്ഷേ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്ത ആളുകൾ എന്താണ് അവർ ചെയ്ത തെറ്റ്? അതിനൊരു പരിഹാരം വേണ്ടേ? ഇങ്ങനെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വിമാനത്താവളത്തിലെത്തി ഇന്ന് ഫ്ലൈറ്റില്ല എന്ന് പറയുന്നത്, നമ്മൾ കോഴിക്കോട്ടേക്ക് ബസ് കയറുന്ന സമയത്ത് ഇതല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ മറ്റൊരു ഫ്ലൈറ്റിൽ അതല്ലെങ്കിൽ മറ്റൊരു ബസ്സിൽ ടിക്കറ്റ് എടുത്ത് പോകാമെന്നുള്ള സൗകര്യമൊന്നും എയർപോർട്ടിൽ ഉണ്ടാകില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇതിനെ ഇത്ര ലാഘവത്തോട് കൂടിയിട്ട് ഒരു സമരം മുന്നിൽ കണ്ടുകൊണ്ടു പോലും ഇത്രയും ദിവസങ്ങൾ ആദ്യ സമരം അതല്ലെങ്കിൽ ആദ്യ ഫ്ലൈറ്റ് മിസ്സാകുന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്നൊരു സമരം ഉണ്ടായി, പക്ഷേ പിന്നീട് ദിവസങ്ങളോളം ഇങ്ങനെ റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കൃത്യമായി മാനേജ്മെന്റിന്റെ കീഴിൽ അതല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്ന് പറയുന്ന നിയമം വരുന്നത്. അതായത് 2019 ഉപഭോക്തൃ നിയമം പാർലമെന്റ് പാസ്സാക്കിയതിനു ശേഷം 2020 ജൂലൈയിലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായിട്ടാണ് ഈ നിയമം വരുന്നത്. ഇതിന്റെ ആനുകൂല്യം അതല്ലെങ്കിൽ ഇതിന്റെ സംരക്ഷണ കവചം ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് എറണാകുളം ജില്ലാ കൺസ്യൂമർ കോടതിൻ്റെതാണ്, കൺസ്യൂമർ കമ്മീഷൻ്റെതാണ് ഈ ഒരു വിധി എന്ന് പറയുന്നത്. നിരവധി വിധികളുണ്ട്, കേസ് ലോസുകളുണ്ട്. പക്ഷെ ഞാൻ ഇത് എടുത്തു പറയുന്നത് ഏറ്റവും അടുത്തുണ്ടായ ഒരു വിധിയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ഏറെ ഒട്ടി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, ഒരു പക്ഷേ ഇതിന്റെ അത്ര ഗൗരവമില്ലാത്ത ഒരു വിധിയായി, ഒരു സാഹചര്യമായിട്ട് പോലും വലിയ തുകയാണ് ഈ ഒരു വിമാന കമ്പനിയോട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പകരം സൗകര്യം ഒരുക്കാതെ വിമാന ടിക്കറ്റ് റദ്ദാക്കി സാമ്പത്തിക നഷ്ടവും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയെന്ന കേസിലാണ് സ്വകാര്യ ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസിയും വിമാന കമ്പനിയും അധിക ചെലവായ ടിക്കറ്റ് നിരക്കും നഷ്ടപരിഹാരവും കോടതി ചെലവുമടക്കം 64,442 രൂപ ഹർജിക്കാർക്ക് നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എറണാകുളം ജില്ല ഉത്തരവിട്ടത്. മുൻ ജില്ലാ ജഡ്ജിയും ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിന്റെ കൊല്ലം ജില്ലാ അധ്യക്ഷനുമായിരുന്ന EM മുഹമ്മദ് ഇബ്രാഹിം, കമ്മീഷൻ അംഗമായ സന്ധ്യ റാണി എന്നിവരാണ് ക്ലിയർ ട്രിപ്പ് എന്ന് പറയുന്ന ഏജൻസിയിലൂടെ സ്പേസ് ജെറ്റിന്റെ ഒരു വിമാന ടിക്കറ്റ് ഇവർ എടുക്കുന്നത്. ഇവരാണ് എതിർകക്ഷികൾ ഈ കേസിൽ വരുന്നത്. 2019 മാർച്ച് 9 ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ന്യൂഡൽഹി സന്ദർശിച്ചു മടങ്ങാൻ ബാംഗ്ലൂർ വഴി കൊച്ചിയിലെത്താൻ വേണ്ടിയിട്ട് ക്ലിയർ ട്രിപ്പിന്റെ ഒരു വെബ്സൈറ്റിലൂടെ 11,582 രൂപ മുടക്കി വിമാന ടിക്കറ്റ് ഇവർ ബുക്ക് ചെയ്യുന്നത്. എന്നാൽ യാത്രാ തീയതിക്ക് 13 ദിവസം മുമ്പ് തന്നെ വിമാന കമ്പനി ഈ ടിക്കറ്റ് റദ്ദാക്കിയ വിവരം അറിയിച്ചു. മുഴുവൻ തുക മടക്കി നൽകാമെന്നും അല്ലെങ്കിൽ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാമെന്നും വിമാന കമ്പനി ഇവരെ അറിയിച്ചു. എന്നാൽ ഈ വാഗ്ദാനം പാലിക്കാതിരുന്നതോടെ 19,743 രൂപക്ക് പുതിയ 2 ടിക്കറ്റുകൾ ഇവർ ബുക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവർക്കുണ്ടായ നഷ്ടപരിഹാരം, ഇവർക്കുണ്ടായ സമയനഷ്ടം, ഈ മറ്റുള്ള ആളുകളുടെ സർവീസിൽ വന്നിരിക്കുന്ന സേവനത്തിൽ വന്നിരിക്കുന്ന വീഴ്ച, ഇതൊക്കെ പരിഗണിച്ച് 64,000 രൂപയാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. വിമാന കമ്പനി പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പഴയ വിമാനമായതുകൊണ്ട് അതിന്റെ സർവീസിന് വേണ്ട അംഗീകാരം നൽകിയില്ല, അതല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു നടപടിയാണ്. അതൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു കോടതി ഇത് മുഖവിലക്ക് എടുത്തിട്ടില്ല. ഹർജിക്കാരുടെ വാദം അംഗീകരിക്കുകയും പണം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതിയെ കാണാവുന്നതാണ്, ഉപഭോക്തൃ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉപഭോക്തൃ കോടതിയിൽ എങ്ങനെയാണ് ഹർജി ഫയൽ ചെയ്യേണ്ടത് എന്നൊക്കെ
ഒക്കെ നമ്മുടെ ചാനൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഈയിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇതിലൂടെ യാത്ര ബുദ്ധിമുട്ടുണ്ടായ ആളുകൾക്ക് ഈ വീഡിയോ പങ്കുവെച്ചു കൊടുക്കാനും ഇനി ഭാവിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ഓർക്കാനും നിങ്ങൾ മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.